നേര്യമംഗലം കൃഷിഫാമിൽ 31 കോടി രൂപ ചെലവഴിച്ചുള്ള വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം കാർഷിക വികസനം കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി നിർവഹിച്ചു. നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ RKI, RIDF 26, RIDF 27 എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുന്ന ടിഷ്യൂ കൾച്ചർ ലാബ്, ഗസ്റ്റ് ഹൌസ്, ട്രെയിനിംഗ് സെന്റർ, പ്രോസസിംഗ് യൂണിറ്റ്, ഫാമിന്റെ ഫോട്ടോഗ്രാഫിക് സർവേ, സർവേലൻസ് ക്യാമറകൾ, ചെക്ക് ഡാം എന്നിവ വരുന്നു. 31 കോടി രൂപ ചിലവഴിച്ചുള്ള വിവിധ പദ്ധതികളാണിവ. പുതുപദ്ധതികളുടെ ഉദ്ഘാടനം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി നിർവഹിച്ചു. മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കുന്നതിനും കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് മുൻകൈ പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കേരളത്തിലെ കാർഷിക മേഖലയുടെ ശക്തി നമ്മുടെ വൈവിധ്യமான കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ്. നെല്ലും തെങ്ങും കുരുമുളകും ഏലവും കാപ്പി റബ്ബർ പച്ചക്കറി പഴം തുടങ്ങി നിരവധിയായ വിളകൾ നമുക്കുണ്ട്. കാലാവസ്ഥ വ്യതിയാനം വരൾച്ച, അമിതമായ മഴ, ജൈവവൈവിധ്യ നഷ്ടം, ഉത്പാദനത്തിലുണ്ടാകുന്ന ചെലവ് വർധനവ്, വിപണനത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വെല്ലുവിളികളാണ്. ഇതിനൊക്കെ അതിജീവിക്കുന്നതിനുള്ള നിരവധിയായ ഏറ്റവും സുഖകരമായിരുന്നു കേര എന്ന് പറയുന്ന കേരള പ്രൈവറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ വാലൻസി മോഡേണൈസേഷൻ പദ്ധതി. ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ ജോസി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിൻഡ ജേക്കബ്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, KLDC ചെയർമാൻ സത്യനേശൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈജോ പറമ്പി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ റഹ്മത്ത്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്താർ PA, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ഷെൽമി ജോൺസൺ, നബാർഡ് DDM അജീഷ് ബാലു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയങ്ക ടോമി, ഗ്രാമപഞ്ചായത്ത് അംഗം അലിയാർ PK, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഹനീഷ് P, KLDC ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശാലിനി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KE ജോയി, ജെയ്മോൻ ജോസ്, സിറിൽ ദാസ്, EM സഞ്ജീവ്, MV യാക്കോബ്, PM ശിവൻ, KP വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ദീപ TO എന്നിവർ പങ്കെടുത്തു. അതിനുശേഷം റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടും കാര്യങ്ങൾ വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കണം ഇവിടെ നമ്മുടെ ഈ ഫാമിന്റെ ടൂറിസം സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന നിലയിലാണ് തൊഴിലാളികളുടെ ക്ഷേമവും ഫാമിന്റെ പൊതുവായ വികസനവും ഇവിടുത്തെ നമ്മുടെ ഭൂമി പൂർണ്ണമായി അത് കൃഷിയോഗ്യമാക്കി, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു തരി മണ്ണ് പോലും വെറുതെ ഇടാത്ത നിലയിൽ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദേശീയപാതയോട് ചേർന്ന് ഉള്ള ഒരു ഫാമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ ഫാമിന്റെ എല്ലാ നിലയിലുമുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മൾ 31 കോടി രൂപയുടെ പദ്ധതികളാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു 75-80 കോടി രൂപയിലേറെ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.